पति ब्रह्मचारी। तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी। कैसी है ये दास्तां, ये दास्तां। നേരെ നോക്കി നടക്കാൻ അറിയില്ലേ? അല്ലത് എന്റെ തെറ്റൊന്നുമില്ല. ആ സ്ത്രീ പെട്ടെന്ന് സൈഡിൽ കൂടെ പോയപ്പോ. അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ നീ തെറ്റൊന്നും ചെയ്യില്ലല്ലോ. എല്ലാം ബാക്കിയുള്ളവരുടെ അല്ലേ? കാരണം നീ ഭയങ്കര മിടുക്കനല്ലേ? അതെ, നിനക്കൊന്നും മിണ്ടാതെ പുറത്തു പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്തായാലും കുറച്ചു ദിവസം കൂടി സഹിച്ചാ മതിയല്ലോ. പിന്നെ എന്നേക്കും ഈ ഗുണ്ടയിൽ നിന്നൊരു മോചനം കിട്ടും. അപ്പൊ തനിക്ക് നോക്കി നടക്കാൻ അറിയില്ലല്ലേ? ഹലോ മാഡം, നമസ്കാരം. കുറെ ആയല്ലോ കണ്ടിട്ട്. മോളെ, മാഡത്തിന് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കും. വരൂ. രോഹൻ എന്താ ഇതുവരെയും വരാത്തെ? അവൻ ഒരിക്കലും ഇത്രയും വൈകാറില്ലല്ലോ. ഈശയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ റോഹന്റെ ഫോണിലൂടെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. സോറി ഈഷ, ഐ എം ഇൻ കോളേജ്. സ്റ്റുഡൻസ് കൗൺസിലിന്റെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഐ കാൻ മേക്ക് ഇറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. അവിടെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ. രണ്ട് മിടുക്കന്മാരും ഇവിടെ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് കോംപ്ലിമെന്റ് കൊടുക്കണമെന്ന് അറിയില്ലല്ലോ. റിപ്ലൈ ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. അയ്യോ, മെസ്സേജ് ഞാൻ റീഡ് ചെയ്തല്ലോ. ഇനിയും മിണ്ടാതിരുന്ന അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഹലോ ബ്രോ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ ഗേൾ ഫ്രണ്ട് ഈ റെഡിമെയ്ഡ് ഷോപ്പിൽ പോയിട്ട് പുതിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തരാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത്? അത് പല പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോ ആ കുട്ടിയുടെ നേച്ചർ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇടുന്നത്, പയ്യൻ ആ റിലേഷൻഷിപ്പിൽ സീരിയസ് ആണോ അല്ലയോ, പെൺകുട്ടി അവന്റെ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും. മതി, ഇത്രയും വലിയ പ്രസംഗമൊന്നും വേണ്ട, ചെറുതായിട്ട് പറഞ്ഞാൽ മതി. അത് ഏറ്റില്ലെങ്കിലോ? അതുകൊണ്ട് ഇങ്ങനത്തെ ടൈമിൽ എപ്പോഴും എന്തെങ്കിലും ഇമോജി അയക്കുന്നതാണ് നല്ലത്. ഇമോജിയോ? ഓക്കെ, താങ്ക് യു.
അല്ല എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്നപ്പോഴെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണോണ്ടിരിക്കുക അവിടെ ഇവിടെ കേട്ട്. ഇത് എന്ത് തരം ബ്ലൗസ് ആണ്? എന്ത് തരം എന്ന് ചോദിച്ചാ ഡീപ് ബാക്ക്ലെസ് ബ്ലൗസാ. താങ്ക്സ്. ഞാൻ ടൈപ്പ് അല്ല ചോദിച്ചത്. ഇത് പക്ഷേ എന്തോ പോലെ തോന്നില്ലേ? അതെന്താ അങ്ങനെ? ഇതിപ്പോ മുതുക് മുഴുവൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. വേറൊന്നുമല്ല. അല്ല, വേറെ ഏതെങ്കിലും ഡിസൈൻ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ എന്നെ ഇങ്ങനെയുള്ള ബ്ലൗസ് ഇട്ട് വേറെ ആരെങ്കിലും കാണുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇല്ല. അതെന്താ? ഇന്നെന്താ എന്റെ കാര്യത്തില് ഓവർ പ്രൊട്ടക്റ്റീവ് ആവാൻ കാരണം? ഐ എം ഫ്ലാറ്റേഡ്. നിന്റെ ഈ പുതിയ സ്റ്റൈൽ ആദ്യമായിട്ടാ കാണുന്നത്. तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ. ആ വായൊന്ന് അടച്ചോടി. അയ്യോ. നിക്ക്. പിടിച്ചണിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തനിയെ എണീറ്റോളാം. നിന്നെ പിടിച്ചെണിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. ഇതെടുക്കാനാ. അതെ, രോഹന എന്തായാലും കാണുന്നില്ല. നീ ഇതൊന്ന് ഇട്ടിട്ട് വന്നേ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചെന്നേ. എനിക്കിതൊന്നും ഇടാൻ പറ്റില്ല. ബ്രഹ്മചര്യ വ്രതം പോലെ തന്നെ ഷർവാണി ഇടില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ടോ? നിനക്കറിയാലോ, അച്ഛൻ നിന്നെ എന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നെ. അറിയാം. ഓ, അപ്പൊ നിനക്ക് നീ പറഞ്ഞ ഡയലോഗ് ഓർമ്മ കാണുമല്ലോ, ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറില്ലാന്ന്. ഇതൊക്കെ 2-3 ജന്മം മുമ്പുള്ള കാര്യമൊന്നുമല്ലല്ലോ. 2-3 ദിവസം മുമ്പുള്ള കാര്യമല്ലേ? ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് എന്നെ സഹായിച്ചാലെന്താ? അല്ലെങ്കിൽ അച്ഛന്റെ പുറകെ എപ്പോഴും നടക്കുമല്ലോ മുതലാളി മുതലാളി എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ ചെയ്താൽ എന്താ? അച്ഛൻ പറയുന്ന എന്ത് നിനക്ക് അനുസരിക്കാലോ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ മകള് പറയുന്ന അനുസരിച്ചാൽ എന്താ? മനസ്സിലായോ? എന്താ ഞാൻ ചെന്ന് പറയട്ടെ? വേഗം തീരുമാനിച്ചോ, എന്താ വേണ്ടേ? ഭയങ്കരനൊരു ബ്രഹ്മചാരി. अजब है कहानी, गजब है ആദ്യമായിട്ടാ മനുഷ്യനെ പോലെ തോന്നുന്നേ. रिश्ता ये कैसा, किसी ने न जाना. अलग है मिजाज एक दूजे से बिल्कुल, पर चल रहा कारवां, ये कारवां. കുറച്ച് വിട്ടു നിൽക്കാൻ പറഞ്ഞല്ലേ? എന്താ അവനവനെ തന്നെ വിശ്വാസമില്ലേ? മതിയല്ലോ. ഇനി എനിക്കിത് കഴിച്ചു മാറ്റാലോ. എടോ, എന്തൊരു ആറ്റിറ്റ്യൂഡാ ഇവന്. ബ്രഹ്മചാരി ആയത് നന്നായി. അല്ലെങ്കിൽ ഏത് പെൺകൊച്ചാണോ ഇവനെ കെട്ടുന്നത്, അവളുടെ ജീവിതം നാശമായനെ. വൃത്തികിട്ട ഗുണ്ട. ഈ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെച്ചേക്ക്. ആരാ അവിടെ ഉള്ളേ? ഇങ്ങ് വന്നേ.
അല്ലെങ്കിൽ സ്വന്തം കാലിൽ നേരെ നിൽക്കാൻ തന്നെ വശമില്ല. അപ്പോഴാ സാധനങ്ങൾ എടുക്കാൻ പോകുന്നത്. അതെ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കൂ. കഴിയുന്നത്ര വേഗം വീട്ടിലേക്ക് വരണം. അല്ല, അപ്പോഴേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുവെക്കണേ. വിൻഡോ അടക്കം തുറന്നിട്ടിട്ടാ പോകുന്നേ. രോഹന്റെ ഫോണല്ലേ? എന്താ ഇതാണോ തെരയുന്നേ? ഇതെടുക്കാൻ വേണ്ടിയല്ലേ വന്നേ? ഏത് ടൈപ്പ് എന്ന് ചോദിച്ചാ ഡീപ് ബാക്ക്ലെസ് ബ്ലൗസാ ഇത്. രോഹന്റെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യിലെത്തിയേ? ഈഷ അവളുടെ മൂഢ സ്വർഗത്തിൽ തന്നെ ജീവിക്കട്ടെ. അവള് കിട്ടാൻ പോകുന്നത് രോഹനെ തന്നെയാണെന്നും കരുതിക്കോട്ടെ. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. രോഹന്റെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നേന്ന്? അത് ഈ ഫോൺ ആക്ച്വലി എനിക്ക് ആ കടയുടെ പുറത്തുനിന്ന് കിട്ടിയതാ. ആരുടെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് കൊടുക്കാന്ന് കരുതി കൈ തന്നെ വെച്ചതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ഫോൺ ആരുടേതാണെന്ന് നിനക്കറിയോ? എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നല്ലോ. രോഹന്റെ ഫോൺ എങ്ങനെയാ ഷോപ്പിന്റെ മുന്നിൽ വന്നേ? എനിക്കിപ്പോ തന്നെ കോളേജിലേക്ക് പോണം. എന്തിന്? രോഹൻ കോളേജിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ പോണം. വണ്ടി എടുക്ക. അത് വേണ്ട, ഈ ഫോണ് ഞാൻ തന്നെ രോഹന് കൊടുത്തിട്ട് വരാം. പിന്നെ എനിക്ക് വീട് വരെ ഒന്ന് പോണമായിരുന്നു, ചെറിയൊരു അത്യാവശ്യമുണ്ട്. ശരി, നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം. അതിനവൻ കോളേജിൽ ഉണ്ടായിട്ട് വേണ്ടേ? ഇവളവിടെ ചെന്ന ആകെ പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. ദേവ്, ദേവ്, രോഹൻ ഇന്ന് കോളേജിൽ വന്നോ? രോഹനോ? അവനൊന്നും വന്നേ ഇല്ലല്ലോ. അവനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല, ഫോണും എടുക്കുന്നില്ല. ഇഷ, രോഹൻ, നീ രാവിലെ മുതൽ എവിടെയായിരുന്നു? പിന്നെ നിന്റെ ഫോൺ എവിടെ? നിന്റെ ഫോൺ എവിടെ? എന്തിനാ നീ ടെൻഷൻ ആവുന്നേ? നിനക്ക് എന്ത് പറ്റി? രോഹൻ, നിന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എന്റെ പോക്കറ്റിൽ കാണും. എന്നാൽ ഫോൺ എന്റെ കയ്യിലാ ഉള്ളത്. നിന്റെ കയ്യില് എങ്ങനെ നിന്റെ കയ്യിലെത്തി? ആ, ഇപ്പോഴാ മനസ്സിലായേ. ഞാനേ നിനക്കൊരു സർപ്രൈസ് അറിയാൻ ഇരിക്കുകയായിരുന്നു. ഷോപ്പിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. പക്ഷെ അത്യാവശ്യമായിട്ട് എനിക്കൊരിടത്ത് പോകേണ്ടി വന്നു. അപ്പൊ അവിടെ വെച്ച് വീണതായിരിക്കും. നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം. റോഹന്റെ ഫോൺ ഇഷയുടെ കയ്യിൽ കിട്ടി. അവളിപ്പോൾ അവനെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോവാ. റോഹന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് എത്തിക്കാം. ഞാനും കൂടെ വരാം. അല്ല, പൊതുവെ നിനക്ക് ഓക്സിജനേക്കാളും അത്യാവശ്യം നിന്റെ ഫോണായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഇത്രയും നേരമായിട്ട് ഫോൺ കയ്യിലില്ലാതിരുന്നിട്ടും നീ ഇത്ര ചില്ലായിരിക്കുന്നല്ലോ. അതിലെന്തോ കുഴപ്പം തോന്നുന്നില്ലേ? രോഹൻ, നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ?
ഇവരെന്താ സൈലന്റ് ഫിലിമിലെ ഹീറോ ആണോ? നിന്റെ കയ്യിൽ പറയാൻ ഉത്തരമില്ല, അതുകൊണ്ട് നീ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്, ചുമ്മാ സമയം കളയാതെ. എനിക്കാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. ഡീ, ഞാൻ സത്യമാ പറയുന്നത്. ഞാൻ ലൈബ്രറിയിലായിരുന്നു. പിന്നെ വീട്ടിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങളായതുകൊണ്ട് ഫോൺ തരാനൊക്കെ എവിടെ സമയം. അച്ഛൻ അർജന്റായി വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. ബൈ. രോഹൻ, രോഹൻ നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ സംശയമൊക്കെ തീർന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. പെട്ടെന്ന് വീട്ടിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട്. നിന്നെ കണ്ടിട്ട് ഒരുപാട് ജോലി ഉള്ളതായൊന്നും തോന്നുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. രോഹൻ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. സൂരജേട്ടൻ വന്നു. സൂരജേട്ടൻ വന്നു. എനിക്ക് വേണം, എനിക്ക് വേണം. ബഹളം ഉണ്ടാക്കല്ലേ? ആ, സൂരജേട്ടൻ സൂപ്പർ. സൂരജേട്ടൻ സിന്ദാബാദ്. അച്ഛൻ എന്നെ നേരിട്ട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്താ കാര്യം നിങ്ങൾക്കറിയോ? ഞങ്ങൾക്കറിയില്ല. ശരി. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? നോക്ക്, ചേട്ടൻ മുടിയൊക്കെ ഒന്ന് നേരെ ചെയ്ത് എന്താ പോലെ ശരി ശരി. മതി മതി മതി, അത്രയ്ക്കൊന്നും വേണ്ട. മതി മതി, മതി, മതി. അത്രയ്ക്കൊന്നും വേണ്ട. ആ മതി. അല്ലെങ്കിൽ തന്നെ അച്ഛൻ വിളിച്ചിട്ട് ഒരുപാട് നേരമായി. ആ ഇപ്രാവശ്യം ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ശരി, വാ വാ. നിക്ക് നിക്ക്, ഒരു മിനിറ്റ്. എന്തത് മാറുന്നുണ്ട്? ഹാവൂ, എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അതെ അനിയ, എനിക്ക് നിന്നോട് പറഞ്ഞ തീരില്ല. എന്റെ മനസ്സിൽ ഇത്രയും നാളുണ്ടായിരുന്ന വലിയൊരു ഭാരമാണ് നീ ഇറക്കി വെച്ചത്. എന്താ ഇത് ചേട്ടത്തി, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ചെല്ല്. അതിപ്പോ അച്ഛാ, എന്തിനാ അച്ഛനെ വിളിച്ചേ? പ്രിയമോളെ പെണ്ണ് കാണാൻ പയ്യന്റെ വീട്ടുകാർ വരുന്നുണ്ട്. ആ സമയത്ത് നീ അവരുടെയൊക്കെ മുന്നിൽ റിയയുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കണം. പിന്നൊരു കാര്യം, ഒരാളായിട്ട് മാത്രമേ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇത് പറയാനായിട്ടാണോ അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയത്? ഞാൻ പറഞ്ഞു മുഴുവനാക്കിയിട്ടില്ല. പയ്യനും അവന്റെ വീട്ടുകാരും ഒക്കെ വലിയ ആൾക്കാരാ, മാന്യന്മാരാ. അതുകൊണ്ട് തന്നെ അവര് റിയമോളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ. നാളെയാ അവര് വരുന്നേ. പക്ഷെ അച്ഛനും മകനും തമ്മിലുള്ള വടംവലിക്കിടയിൽ മോളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി പോകരുത്. അതുകൊണ്ട് നാളെ നമ്മൾ രണ്ടുപേരും ചെറുതായിട്ടൊരു നാടകം കളിക്കണം. നാടകം? നല്ല അച്ഛനും മകനുമായിട്ടൊന്ന് അഭിനയിക്കണമെന്ന്. കാരണം നിനക്കറിയാലോ, നമുക്കിടയിലുണ്ടായിട്ടുള്ള ഈ അകലം അത് അവൾക്ക് കിട്ടുന്ന നല്ല ബന്ധത്തെ ബാധിക്കരുത്. ശരി, അഭിനയിക്കണമെങ്കിൽ അങ്ങനെ. കുറച്ച് സമയമെങ്കിലും അച്ഛൻ എന്നോട് നന്നായിട്ട് സംസാരിക്കുമല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം.
അച്ഛൻ എന്തായാലും എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അച്ഛനെ കുറിച്ച് പ്രാക്ടീസ് വേണ്ടി വരില്ലേ? എന്നാലല്ലേ പെർഫെക്ഷൻ കിട്ടുമോ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കുട്ടിക്കാലത്ത് പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പ്രാക്ടീസ് നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയാലോ? മുൻപൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ തലോടാറില്ലേ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അന്ന് ഞാൻ നല്ല മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അച്ഛൻ്റെ തോളത്ത് കൈവയ്ക്കുമായിരുന്നു, തട്ടുമായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. പക്ഷെ ഒരു കണക്കിന് ഈ ഓർമ്മകളൊക്കെ വളരെ പഴഞ്ചനായി പോയല്ലേ? വേണമെങ്കിൽ പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു നോക്കാം. പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ അച്ഛൻ്റെ കവിൾ പിടിച്ചതുള്ളില്ലേ? അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നാടകം നാളെ കളിച്ചാൽ മതി, ഇന്ന് വേണ്ട.